ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാർട്ട്ണർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു എക്സ്ട്രാ അഫെയർസ് ഒക്കെ കാണാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേറൊരു അഫെയർ ഉണ്ടെങ്കിൽ, മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക? അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് നമുക്കത് അറിയാനായിട്ട് കഴിയുക എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരിൽ രഹസ്യ സ്വഭാവം കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതായത് ആദ്യമൊക്കെ അവരിൽ പ്രത്യേകിച്ച് രഹസ്യങ്ങൾ ഒന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവില്ല, മീൻസ് ഹൈഡ് ചെയ്യുന്ന സ്വഭാവം നമുക്ക് കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മിക്കപ്പോഴും അവരിലൊരു ഹൈഡ് സ്വഭാവം കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അതിപ്പോൾ അവരുടെ ഫോണിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുക. അതായത് ഫോണൊക്കെ ചിലപ്പോൾ മുന്നേ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ലോക്കൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ അതിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടാവും. നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോക്കൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേപോലെ എവിടെ പോകുമ്പോഴും ഈ ഒരു ഫോൺ കൊണ്ടുപോകുന്നുണ്ടാവും. ഇനിയിപ്പോൾ അവർ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ആരും കാണാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി സംസാരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ വളരെയധികം സീക്രട്ടീവായിട്ടാണ് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള ഒന്നാമത്തെ സൈനായിട്ട് എടുക്കാം. അവർക്ക് എന്തോ സംഭവമുണ്ട്, അതായത് എന്തോ ഒരു അഫെയർ വേറൊരാളോട് ഉണ്ട്, അവരോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു സൈനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. നന്നായിട്ട് സംസാരിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ അധികമാണ് സംസാരിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല. ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ കോൺവെർസേഷൻസ് ഒക്കെ വളരെയധികം ചുരുങ്ങി പോകുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് എടുക്കാം. നിങ്ങളോടുള്ള താല്പര്യം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, അതേസമയം ആ ഒരു ഇൻട്രസ്റ്റ് മറ്റൊരു പേഴ്സണിന്റെ അടുത്ത് തോന്നിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. കാരണം ഏതൊരാളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആളോട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും. ഇനിയിപ്പോൾ എല്ലാം പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മളുടെ മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കാറുണ്ട്. സ്നേഹത്തോടെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സമയം ആ വ്യക്തിയോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നിങ്ങളോട് അങ്ങനെ അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് തരാത്ത ഈ ഒരു സ്പേസ് അവർ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങളോട് പറയേണ്ട പല കാര്യങ്ങളും മറ്റാരോടെങ്കിലും പറയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷനിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ സൈനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പലപ്പോഴും എക്സ്പ്ലനേഷൻ ചുരുങ്ങി പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യം അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ വളരെയധികം ചുരുക്കിയിട്ട് എങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തിട്ട് അവർ പോകുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവില്ല. അത് അങ്ങനെ സംഭവിച്ചിട്ടാണ്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ആ പേഴ്സൺ പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ മുന്നേ ഒക്കെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വള്ളി പുള്ളി തെറ്റാതെ ആൻസർ പറയുന്ന ഒരാളായിരിക്കും. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ അവർക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും, നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുമോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടാണോ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ രീതിയിലായിരിക്കും അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല, ചുരുങ്ങിയിട്ട് മാത്രം നിങ്ങളോട് പറയുന്നുണ്ടാവും. അതിന് ഏറ്റവും കൂടുതൽ എങ്ങനെ ചുരുക്കാൻ പറ്റുമോ അത്രയും ചുരുക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും, അതായത് എന്താണ് സംഭവം, ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, കൃത്യമായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ എക്സ്പ്ലനേഷൻ വളരെയധികം ചുരുങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള മൂന്നാമത്തെ സൈനായിട്ട് എടുക്കാം. ഇനി നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഇൻ ബിഹേവിയർ ആണ്. അതായത് അവരുടെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സ്വഭാവത്തിൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ അവരെ കാണാൻ എങ്ങനെയുണ്ട്, അപ്പിയറൻസ് എങ്ങനെയുണ്ട്, അതിൽ പെട്ടെന്ന് ഒരു മാറ്റം കാണാനായിട്ട് കഴിയും. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഡ്രസ്സ് ചെയ്യാറുണ്ട്, നമ്മളുടെ മേക്കപ്പിൽ ചേഞ്ച് വരുത്താറുണ്ട്, ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുത്താറുണ്ട്. ഇത്തരത്തിലൊരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സണ് നമ്മളിലേക്ക് അട്രാക്ഷൻ തോന്നുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലപ്പോഴും നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കാറുണ്ട്. സോ ഇങ്ങനെ ഇവരിൽ തോന്നുന്നത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതായത് നിങ്ങളുടെ പാർട്ട്ണറിൽ വളരെ പെട്ടെന്ന് ഈ ഒരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ, അവരുടെ ടോട്ടൽ അപ്പിയറൻസിൽ ഒരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് അവരുടെ അപ്പിയറൻസിൽ അവർ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് മറ്റാരെയോ അവരിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അതായത് ഒരു അറ്റൻഷൻ മറ്റാരുടെയോ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു അപ്പിയറൻസിലൊക്കെ
ജീവിതത്തിലൊക്കെ പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ അവരിലുള്ള ടോട്ടൽ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുക, എന്തൊക്കെ മാറ്റങ്ങൾ അവരിൽ കൊണ്ടുവന്നിട്ടുണ്ട്, വളരെ പെട്ടെന്നാണോ ആ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ പെട്ടെന്നൊരു മാറ്റം ആ വ്യക്തിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിഹേവിയറിൽ പെട്ടെന്നൊരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മളുടെ അഞ്ചാമത്തെ സൈൻ എന്ന് പറയുന്നത് ഇമോഷണൽ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്ട് ആവാത്ത ഒരു അവസ്ഥയായിരിക്കും ഇപ്പൊ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് നിങ്ങളെക്കാൾ കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുക ആ ഒരു പേഴ്സൺ ആയിരിക്കും. നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും, ആ സെയിം ടൈം അവർക്ക് വരുന്ന വിഷമങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇമോഷണലി അവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് അവരെ കാണണം എന്ന് വിചാരിക്കുമ്പോൾ, നിങ്ങളുടെ അടുത്ത് ഇരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ, ഒന്ന് സംസാരിക്കണം തോന്നുന്ന സമയത്ത് ആ പേഴ്സണെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. അവർ ചിലപ്പോൾ തിരക്കാന്ന് പറഞ്ഞ് പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ ഷെയർ ചെയ്യാനായിട്ട് പേഴ്സൺ ഉണ്ടായിരിക്കില്ല. ഇനി പദവാ നിങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. ഇത്തരത്തിൽ വളരെയധികം ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ വന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കൂടെ പേഴ്സൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ ഇല്ലാത്തതുപോലെ ഒരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഫിസിക്കലി അവർ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടാവും, പക്ഷേ ഇമോഷണലി അവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ ഇമോഷണലി നിങ്ങളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, വളരെയധികം ആ കണക്ഷൻ കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള അഞ്ചാമത്തെ സൈനായിട്ട് കൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സൈനുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് വേറൊരു അഫെയർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പറഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് വേറെ റിലേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പിനെ നിങ്ങൾ മോശമായിട്ട് മാറ്റരുത്. പകരം ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. 5 ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉറപ്പുവരുത്തുക അവർക്ക് വേറെ റിലേഷൻ ഉണ്ട് എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ 5 കാര്യങ്ങളും ഉറപ്പായിട്ടും ഒരു എക്സ്ട്രാ അഫെയർ ഉള്ള പേഴ്സൺ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിൽ ഒന്നോ രണ്ടോ മാത്രം നല്ല ചെയ്യുക, എല്ലാം ചെയ്യുന്നത് തന്നെയാണ്. സോ ഇതിലെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് വേറെ അഫെയർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, എൻ്റെ പാർട്ട്ണർക്ക് വേറെ അഫെയർ ഉണ്ട്, സോ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്